പിന്നെ ഇത് മാത്രമല്ല, ഡാമിലെ വെള്ളം മാത്രമല്ല, കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് മഴവെള്ള സംഭരണി 5 ഏക്കറയിൽ മഴവെള്ള സംഭരണി ഈ പ്ലാന്റിന് വേണ്ടി, എത്തനോൾ പ്ലാന്റിന് വേണ്ടി നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുമുണ്ട്. അതായത് പദ്ധതിയുടെ പ്രപ്പോസലിൽ തന്നെ ഉണ്ട്. അപ്പം മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യമാണ്, മഴനിഴൽ പ്രദേശത്ത് എന്ത് മഴവെള്ള സംഭരണി, അവിടെ എങ്ങനെ മഴവെള്ളം സംഭരിക്കാൻ പറ്റും? ഈ കാര്യത്തിന് ഞാൻ പാലക്കാട്ടെ പത്രസമ്മേളനത്തിൽ വ്യക്തത വരുത്തിയതാണ്. ഒരാളും വാർത്ത കൊടുത്തുമില്ല, ചോദിച്ചതുമില്ല. എന്താണെന്നറിയാമോ, ഇതിനേക്കാൾ കുറച്ചുകൂടി ഈ വെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശത്താണ് അഹല്യ നിൽക്കുന്നത്. അഹല്യ വടകരപ്പതി, എലപ്പുള്ളി പഞ്ചായത്തുകളിലായിട്ടാണ്. ഈ 2 പഞ്ചായത്തുണ്ട്. അവിടെ 12 റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫാമുകളുണ്ട്. 12 എണ്ണം. ഓരോന്നിൻ്റെയും കപ്പാസിറ്റി 2 കോടി ലിറ്ററാണ്. 2 കോടി ലിറ്റർ. 5 ഏക്കർ മുതൽ 6.5 ഏക്കർ വരെ ഓരോന്നുമുണ്ട്. അപ്പോൾ 24 കോടി ലിറ്റർ വെള്ളം സംഭരിക്കുന്നത് ഈ വടകരപ്പതി എന്ന് പറഞ്ഞാൽ പുള്ളി പോലെയല്ല വടകരപ്പതി, ചിറ്റൂർ താലൂക്കിലാണത്. രൂക്ഷമായിട്ടുള്ള വെള്ളക്ഷാമം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അവിടെയും ഈ എലപ്പുള്ളിയിലും കൂടി 2 പഞ്ചായത്തിലായിട്ടാണ് അഹല്യ ക്യാമ്പസ് കിടക്കുന്നത്. 24 കോടി ലിറ്റർ സംഭരിക്കുന്നുണ്ട്. ബോട്ടിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതല്ല അതൊക്കെ. അപ്പോൾ 24 കോടി ലിറ്റർ വെള്ളം അവിടെ സംഭരിക്കുന്നുണ്ട്. ഇനി കിൻഫ്രയുടെ തന്നെ ഉണ്ട്. കിൻഫ്രയുടെ മഴവെള്ള സംഭരണിയുണ്ട്. ഇതേ മേഖലയിലുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കിൻഫ്രയുടെ മഴവെള്ള സംഭരണിയുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞിരുന്നു, പക്ഷേ ആ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രതിനിധികളെയും നമുക്ക് ആ മഴവെള്ള സംഭരണി കാണാൻ പോകാൻ ക്ഷണിക്കുകയാണ്. ഫെബ്രുവരി 17-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് അല്ല, വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും വരാം. കാരണം ഇതൊരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അല്ല, നിങ്ങൾ ഈ വാർത്ത ഇങ്ങനെ ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. പാലക്കാട്ട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു, നിങ്ങളൊന്ന് പോയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ മഴവെള്ള സംഭരണം നടക്കുമോ? രണ്ടും കാണാം. അതെ, രണ്ടും കാണാം. വരാൻ തയ്യാറാവണം. ഈ വസ്തുതയായിട്ട് അംഗീകരിക്കാനൊരു ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാം. അല്ല, ഞാൻ പറയാം, ചോദ്യം അവസാനമാവാം. എന്താ കാരണം എന്നറിയാമോ? അല്ല, ശരി, എന്നാൽ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അത്രയേ ഉള്ളൂ. വേണ്ട, ധൈര്യം വേണ്ട. അത് പിൻവലിച്ചു. ഞാൻ വിനീതമായി നിങ്ങളെ ക്ഷണിക്കുകയാണ്, വരാമോ? വിനീതമായി ക്ഷണിക്കുകയാണ്, വരാമോ? അതിന് അല്ല, ശരി, ഞാൻ ശ്രീജിത്ത് പറഞ്ഞത് അത് പിൻവലിച്ചല്ലോ. ശരി, നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അത് പിൻവലിച്ചു. എൻ്റെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ വരുമോ? വരാൻ തയ്യാറാണോ? എന്നാൽ നമുക്ക് 17-ാം തീയതി പോകാം. അപ്പോൾ 17-ാം തീയതി നമുക്ക് ഈ ചിറ്റൂരിലും അല്ലെങ്കിൽ എലപ്പുള്ളിയിലും വടകരപ്പതിയിലും മഴവെള്ള സംഭരണം നടക്കുമോ എന്ന കാര്യം നേരിട്ട് പോയി ഉറപ്പുവരുത്താം. 17-ാം തീയതി, ഫെബ്രുവരി 17-ാം തീയതി നേരിട്ട് നമുക്ക് ഉറപ്പുവരുത്താം. ഇത് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു, പിന്നെ തീർച്ചയായിട്ടും രണ്ടുപേരെയും ക്ഷണിക്കാം. ആർക്കെല്ലാം വരണോ അവർക്കൊക്കെ വരാം. ശരി, നമ്മൾ ചോദ്യങ്ങളിലേക്ക് വരുന്നല്ലേ ഉള്ളൂ.